ആൻറ്റീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചീരത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചീര നമുക്ക് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇതിൽ ചെറിയ മണ്ണ് കാണും കേട്ടോ, ആ തരിത്തരി പോലുള്ള മണ്ണ്. അതുകൊണ്ട് ചീര എപ്പോഴും നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വൃത്തിയാക്കിയ ചീര വെള്ളം എല്ലാം തോർന്നതിന് ശേഷം നമുക്കിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീര എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചീനച്ചട്ടി ചൂടായതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിലേക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉഴുന്നും പരിപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുത്താൽ തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉഴുന്നും പരിപ്പ് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചീര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചീരയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം അതിൽ നിന്ന് തന്നെ ഊറി വരും. ഇതാ കണ്ടില്ലേ വെള്ളം വന്നത്. അങ്ങനെ 4 സൈഡിലേക്ക് നമുക്ക് ചീര മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പിനുള്ള സാധനം റെഡിയാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, ജീരകം, വെളുത്തുള്ളിയുടെ അല്ലിയാണ്. എല്ലാം കൂടി നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നടുക്കത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചീര എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ, ഇങ്ങനെ. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് 1 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റോളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി അതിൻ്റെ അരപ്പ് കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.